ഹായ് ഫ്രണ്ട്സ്, സൈലം ടീച്ചിങ് എക്സാംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ പതിവ് പോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പൊ നമ്മുടെ എക്സാം അടുത്തു അല്ലെ, എക്സാമിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇനി നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ, കാരണം ഒരു വർഷം മുമ്പേ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പരീക്ഷ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. പുതിയ കാര്യങ്ങളൊക്കെ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ എല്ലാവരും ഏകദേശം കേട്ടുപോയ നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും കേട്ടുപോയിട്ടുള്ളവയാണ്. ഇനി പുതിയ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു സംഭ്രമം കാണാതെ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാനും മനസ്സിനെ ശാന്തമാക്കി വെക്കാനുമുള്ള സമയമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ എക്സാം എഴുതാൻ എക്സാം ഹാളിലേക്ക് ചെന്നു പേനയും പേപ്പറും ഹാൾ ടിക്കറ്റും ഒക്കെ എടുത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിൽ നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കര ഏകാഗ്രമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഏകാഗ്രതയിൽ നിന്നും തെറ്റുകളൊന്നും വരുത്താതെ, അറിയാവുന്ന ചോദ്യങ്ങൾ തെറ്റിൽ പെടാതെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് ഏകാഗ്രമായിരിക്കണം. കലുഷിതം എനിക്ക് കിട്ടുവോ എന്നുള്ള ആകുല ചിന്തകളല്ല, എനിക്ക് കിട്ടും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിൽ വളരേണ്ടത്. നിങ്ങൾ എല്ലാ അധ്യാപകരും കഴിവുള്ള കുട്ടികളാണ്. നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികളാണ്. ഒരു കാരണവശാലും തോൽവി അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ ഫേസ് കൊടുക്കേണ്ട. എനിക്ക് കിട്ടും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പരീക്ഷയെ മുന്നിൽ കാണുക. ചോദ്യം വായിക്കുമ്പോൾ ഇത് ഞാൻ എവിടെയോ കേട്ടതാണല്ലോ, ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏത് ഉത്തരത്തിലേക്കാണ് ഞാൻ ചെല്ലേണ്ടത് എന്നുള്ള ആ ഒരു ഡൗട്ടിന് പകരം ഈ ചോദ്യം എനിക്കറിയാം എന്ന് ഒന്നുകൂടെ വായിക്കാം എന്നുള്ള രീതിയിൽ ആ ഓപ്ഷൻ 4 വായിക്കാം. നമുക്ക് നല്ല സുപരിചിതമായ ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതെവിടെയോ എനിക്ക് കത്തുന്നുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ആ ഓപ്ഷനിലേക്ക് കടന്നു ചെന്നു. ഓപ്ഷൻ 4 വായിച്ചതിന് ശേഷം വീണ്ടും ചോദ്യം ഒന്നുകൂടി വായിക്കുക. നമുക്കത് എവിടെയൊക്കെയോ ലിങ്ക് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവെ അധ്യാപക ഉദ്യോഗാർത്ഥികൾ എന്നോട് പറയുന്ന മിസ്സേ, അത് 1:15 എക്സാം തുടങ്ങിയാൽ ഒരുപക്ഷെ ഞങ്ങളൊരു 2:30 ആകുമ്പോഴേക്കും, ഒരു 1:30 എക്സാം തുടങ്ങിയ ഒരു 2:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഫ്രീ ആകും. അപ്പൊ ബാക്കിയുള്ള സമയത്ത് നമുക്ക് അറിയില്ലാത്ത ചോദ്യങ്ങളെ പോയി വായിച്ചു നോക്കാൻ ഒരു ടെൻഡൻസിയാണ്. അപ്പൊ അങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് എന്തു പറ്റും? നമുക്കറിയാവുന്നതാണോ ഈ അക്കുത്തിക്കുത്താന വരുമ്പം കല്ലേ കുത്ത് കടുങ്കുത്ത് എന്നുള്ള രീതിയിൽ ഇതായിരിക്കാം അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കറപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. മക്കളെ, ഒരു നിശ്ചിത മാർക്ക്, ഒരു 60 മാർക്കിന് മുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അതുപോലുള്ള തട്ടുകേടുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാനാണ് ഞാൻ പറയാറ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രമിക്കുക. മനസ്സിരുത്തി ആ പഠിച്ച കാര്യങ്ങളെ, ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി, സയൻസ് വിഷയങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ടൊന്ന് നോക്കുക. വെള്ളിയാഴ്ച ഒരുപാട് ആ വെള്ളിയാഴ്ച അവസാന സമയത്ത് കറണ്ട് അഫെയർ ഒക്കെ ഒന്ന് നോക്കുക. ഒരുപാട് സമയം ഉറക്കളച്ചിരുന്ന് 1 മണി വരെ ഒന്നും വെള്ളിയാഴ്ച ഇരുന്ന് പഠിക്കാതെ കുറച്ച് നേരത്തെ ഉറങ്ങി മാരത്തോണൊക്കെ ഒന്ന് കണ്ട്, മാരത്തോണൊക്കെ കാണുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെയും ഒരു റീകോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സൈലത്തിലൂടെ നടത്തുന്ന മാരത്തോൺ കഴിഞ്ഞ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എക്സാമിന് ശേഷം വന്ന് കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. സർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് മാരത്തോണിൽ നിന്ന് വന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഉള്ള കമന്റുകളൊക്കെ ഒരുപാട് നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ മാരത്തോണുകൾ കാണുക. മാരത്തോണുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒന്ന് എനർജൈസ് ചെയ്യാനും നമ്മളിലേക്ക് ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പം മിടുക്കരായിരിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക, കടന്നു പോവുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. അതിന് മുന്നോടിയായിട്ട് പറയുന്നു, LP UP അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്, ഇനി എന്ത്? പൊതുവെ എല്ലാവരും തെരഞ്ഞെടുക്കുക HSA ആയിരിക്കാം. ചില ഉദ്യോഗാർത്ഥികൾക്ക് LDCയുടെ എക്സാമിന് ദീർഘമായൊരു സമയം, ഒരു 3 മാസമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിനുശേഷമായിരിക്കാം. എനിവേ, HSA എന്ന് പറയുന്നത് നല്ലൊരു കടമ്പ തന്നെയാണ്. നമുക്കറിയാം, നല്ല രീതിയിൽ പഠിച്ചാലൊക്കെ ഒരു കടമ്പ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. നിസ്സാര
നിസ്സാര 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 2 മാസം കൊണ്ടോ ഒന്നും നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അത്രയും വാസ്റ്റ് സിലബസ് ആണ് അതിലുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്, സൈലം ടീച്ചിങ് എക്സാംസിൽ പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഷയങ്ങളുടെ HSA കോഴ്സുകൾ നമ്മൾ ഉടനടി ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് LP UP കഴിഞ്ഞ് LD എക്സാം കഴിഞ്ഞു, LD എക്സാമിന് മുമ്പോ എനിക്ക് ചേർന്നിടണം എന്നിട്ട് അങ്ങ് പഠിച്ചു പോകാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ HSA മാത്സ് എടുത്താലും HSA ഇംഗ്ലീഷ് എടുത്താലും, ഇപ്പം HSA ഇംഗ്ലീഷ് നമ്മൾ പോയട്രി ഒരു 2 ദിവസം കൂടുമ്പോൾ, നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തു, 2 ദിവസം മുമ്പേ നമ്മൾ ഒരു പോയം പഠിച്ചു. ഇപ്പൊ സോണറ്റ് ആയിരിക്കാം, ഇനി വില്യം ജോൺസന്റെ ആയിരിക്കാം. നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും ഓരോ പോയം ഒരു 3 ദിവസം അല്ല 2 ദിവസം മുമ്പ് പഠിക്കാൻ മീൻസ് വീഡിയോ കണ്ട് നോട്ട് എഴുതി വെച്ചാൽ പിന്നീട് നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ റീകോൾ ചെയ്യാനും പഠിച്ചാലും മാത്രം മതി LD എക്സാം കഴിയുമ്പോഴേക്കും. അല്ല, ഇനി LD എക്സാം ഇല്ലാത്തവർക്കോ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ അവരുടെ പഠനം ഉറപ്പിക്കാൻ പറ്റും. നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ എക്സാമിലേക്ക് നടന്ന് കയറാൻ പറ്റും. നമ്മുടെ കോർ സബ്ജക്റ്റ് അല്ലാതെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? മെയിൻ ജനറൽ സബ്ജക്റ്റും മെത്തഡോളജിയും പഠിക്കാനുണ്ട്. അതും കൂടി 20 മാർക്കിനാ. 15 മാർക്കിന്റെ GK യും 5 മാർക്കിന് മെത്തഡോളജിയാണ് ചോദിക്കുക. അത് കൂടാതെ 80 മാർക്കിന്. എന്നാൽ എനിക്ക് 20 മാർക്ക് വേണ്ട, 80 മാർക്ക് മതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കട്ടായം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ HSAക്ക് 92 മാർക്കൊക്കെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരെയും ഞാൻ സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം ചെയ്യാണ് ഫോർ HSA കോഴ്സസ്. ഓക്കെ, അപ്പൊ തീർച്ചയായും വരിക, ജോയിൻ ചെയ്യുക, നന്നായി പഠിച്ചു പോവുക. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോ നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് ആൽപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സവിശേഷക മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൽപോർട്ടാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ അഹിംസ ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഏത് സവിശേഷതയാണ്? ആൽപോർട്ട് വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിന്റെ വക്താവാണ് ആൽപോർട്ട് എന്ന് പറയുന്നത്. ആൽപോർട്ടിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേര് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നാണ്. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്നാണ് പറയുക. ആ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നു, വ്യക്തിത്വം രൂപീകരിക്കുന്നത് 3 മുഖ്യ സവിശേഷതകളിൽ അന്തർലീനമായാണ്. അതിൽ ഒന്നാമത്തേതാണ് മുഖ്യ സവിശേഷത അഥവാ കാർഡിനൽ ട്രെയ്റ്റ്സ്, രണ്ടാമത്തേതാണ് മധ്യമ സവിശേഷത അഥവാ സെൻട്രൽ ട്രെയ്റ്റ്സ്, മൂന്നാമത്തേതാണ് ദ്വിതീയ സവിശേഷത അഥവാ സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ നിർണയിക്കാൻ, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന, ഇപ്പൊ നമ്മൾ ഇന്നസെന്റ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെ ജഗതി എന്ന് പറയുന്ന വ്യക്തി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫലിതപ്രിയരാണ്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, അവരെ നേരിട്ട് കണ്ടിട്ടില്ല, സിനിമകളിലൂടെയും ഒക്കെ ഇങ്ങനെ പത്രത്താളുകളിലൂടെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും ഫലിതബോധം എന്നാണ് നമ്മൾ പറയുക, അവരെ വിശേഷിപ്പിക്കുക, അല്ലെ. അപ്പൊ അത് എന്തെന്ന് പറയാം? മുഖ്യ സവിശേഷത അഥവാ കാർഡിനൽ ട്രെയ്റ്റ്സ്, ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്ന അയാളുടെ സ്വഭാവ രീതികളെയാണ് കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറയാം, മുഖ്യ സവിശേഷത എന്ന് പറയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് മധ്യമ സവിശേഷത. അയാളുടെ വ്യക്തിത്വത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അനു എന്നൊരു കൂട്ടുകാരി, അനുവായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് അനുവിന്റെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലാവും. അനു ദയയുള്ളവളാണ്, അല്ലെങ്കിൽ അനു വിധേയത്വമുള്ളവളാണ് എന്ന് ഞാൻ പറയുന്നത് അവളുമായിട്ടുള്ള ആ കുട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെയാണ്, അല്ലെ. അതാണ് മധ്യമ സവിശേഷത. രണ്ടാം നിര സവിശേഷത എന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ തെളിഞ്ഞു കാണത്തില്ല, എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്നതുമായ വ്യവഹാരം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന ഏതാണ്? മുഖ്യ സവിശേഷതയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. വിവിധ സന്ദർഭങ്ങളിൽ വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന വ്യക്തിത്വ രൂപഘടന എന്ന വ്യക്തിത്വ സവിശേഷതയെ നിർണയിച്ചത് ആരാണ്? വിവിധ സന്ദർഭങ്ങളിൽ ഉള്ള വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന വ്യക്തിത്വ രൂപഘടന എന്ന വ്യക്തിത്വത്തെ വിശേഷിപ്പിച്ചത് RB കാറ്റൽ ആണ്. ആരാണ്? RB കാറ്റൽ ആണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, RB കാറ്റൽ
കാറ്റലിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് എന്താണ്? പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം എന്നാണ്. പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ അദ്ദേഹം വ്യക്തിത്വ സവിശേഷതകളെ സാമാന്യ സവിശേഷതകളെന്നും തനിമ സവിശേഷതകളെന്നും പ്രതല സവിശേഷതകളെന്നും പ്രഭവ സവിശേഷതകളെന്നും 4ആയി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സാമാന്യം. ഒരു ജനതയിലാകെ ഒന്നായി കാണപ്പെടുന്നു. അതായത് നമ്മളൊരു റെസിഡൻഷ്യൽ അസോസിയേഷനിലാണ് താമസിക്കുന്നത്. ഓക്കെ, നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മളെ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഹിന്ദുക്കൾ ഓണത്തിന് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി 2 വീട്ടിലും കൊണ്ട് കൊടുക്കുന്നു. മുസ്ലിംസ് ഈദിന് പലഹാരവും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി 2 വീടുകളിലും കൊണ്ട് കൊടുക്കുന്നു. ക്രിസ്ത്യൻസ് ക്രിസ്മസിന് ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു സഹകരണ മനോഭാവം. അതേപോലെ തന്നെയാണ് കലഹവും. അവരുടെ വീട്ടിലെ പ്ലാവേലെ ചക്ക എന്റെ മുറ്റത്ത് വീണു, എനിക്കൊന്നും അടിച്ചു വരാൻ സമയമുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ചക്ക എന്റെ മുറ്റത്താണ് വീഴുന്നത്, അതിനെന്തെങ്കിലും നടപടി ഉണ്ടാക്കണം, പ്ലാവ് വെട്ടിക്കളയുക. ഇങ്ങനെ കലഹപ്രിയത്വവും സഹകരണവും സാമാന്യ ജനതയിൽ ഒന്നാകെ കാണുന്നതാണ് സാമാന്യ സവിശേഷത. തനിമ, ഒരു വ്യക്തിയുടെ തനിമയെ കാണിക്കുന്നു. ഓക്കെ, നമ്മൾ പറയത്തില്ലേ, പാവമാണ് കേട്ടോ, പാവമാണ്. പാവം എന്ന് വെച്ചാൽ അയാളുടെ തനിമയെ കാണിക്കുന്നതാണ്, പാവമാണ്. പ്രതല സവിശേഷത, ഒരു വ്യക്തിയുടെ പ്രതലം എന്ന് വെച്ചാൽ മുകൾ ഭാഗമാണ്, സർഫേസ്. അപ്പൊ എന്ത് പറയാം, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് പ്രതല സവിശേഷത എന്ന് പറയുന്നത്. പ്രഭവം എന്നാലോ, നിങ്ങൾ എത്ര തമാശ പറഞ്ഞാലും ഞാൻ ഇന്ന് ഭയങ്കര മൂടിയായിട്ടിരിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ ആ വ്യവഹാരം? ഞാൻ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കിയിട്ടാ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ വ്യവഹാരത്തിന്റെ ഉറവിടം. ഒരു വ്യവഹാരത്തിന്റെ ഉറവിടം, വ്യവഹാരം പ്രകടിപ്പിക്കുന്നതിന്റെ ഉറവിടം എന്താണ്? അതാണ് പ്രഭവ സവിശേഷത എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ RB കാറ്റലിന്റെ സിദ്ധാന്തം പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ RB കാറ്റലാണ് ഈ നിർവചനം നൽകിയിരിക്കുന്നത്. ഐസങ്ങിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ഐസംഗും വ്യക്തിത്വ സവിശേഷത, അതായത് ഇദ്ദേഹം ആൽപോർട്ട് ആണെങ്കിലും ശരി, RB കാറ്റൽ ആണെങ്കിലും ശരി, HJ ഐസംഗും ആണെങ്കിലും ശരി, വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിന്റെ വക്താക്കളാണ്. ഓക്കെ, അപ്പൊ ഐസങ്ങിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേര് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം എന്നാണ്. ഐസങ്ങിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേര് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. അദ്ദേഹം അതില് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, ട്രെയ്റ്റ് ലെവൽ, ടൈപ്പ് ലെവൽ എന്നിങ്ങനെ 4ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ടൈപ്പ് ലെവൽ ആണെന്നാണ് പറയുന്നത്. ഏത് ലെവലാണ്? ടൈപ്പ് ലെവൽ. വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന ലെവൽ എന്ന് പറയുന്നത് ടൈപ്പ് ലെവൽ ആണെന്നാണ് ഐസംഗ് പറയുന്നത്. വ്യക്തിത്വ ടൈപ്പുകളെ അദ്ദേഹം 3ആയി തരംതിരിച്ചു. അന്തർമുഖൻ, ബഹിർമുഖൻ, നാഡീരോഗമുള്ളവൻ, നാഡീരോഗമില്ലാത്തവൻ, മനോരോഗമുള്ളവൻ, മനോരോഗമില്ലാത്തവൻ എന്നിങ്ങനെ വ്യക്തിത്വ ടൈപ്പുകളെ 3ആയി തരംതിരിച്ചു. വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും 2ആയി തരംതിരിച്ചത് കാൾ യുങ് ആണ്. വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും 2ആയി തരംതിരിച്ചത് കാൾ യുങ് ആണ്. പഠിച്ചു വയ്ക്കുക. ജീവിതത്തിലെ നിർണായക ഘടകമായ ലിബിഡോർജത്തിന്റെ 2 മുഖങ്ങളാണ് ഇറോസും താനറ്റോസും. ഏതൊക്കെയാണ്? ഇറോസും താനറ്റോസും. ഇറോസ് ആൻഡ് താനറ്റോസ്. ഓക്കെ, ഒരു വ്യക്തിയുടെ ലൈംഗികതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇറോസ് എന്ന് പറയുന്നത്. അക്രമവാസനയെ പ്രതിനിധീകരിക്കുന്നതാണ് താനറ്റോസ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ നിർണായക ഘടകമായ ലിബിഡോർജത്തിന്റെ 2 മുഖങ്ങളാണ് ഇറോസും താനറ്റോസ് എന്ന് പറയുന്നത്. അതിൽ ലൈംഗികതയെ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഇറോസും, അക്രമവാസനയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ താനറ്റോസുമാണ് എന്ന് പറയാം. ഓക്കെ, ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി എന്ന ഗ്രന്ഥം HJ ഐസംഗിന്റേതാണ്. HJ ഐസംഗിന്റേതാണ് ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി എന്ന ഗ്രന്ഥം ആരുടെ? HJ ഐസംഗിന്റേതാണെന്ന് പറയാം. അപഗ്രഥന മനഃശാസ്ത്രം, മാനസിക അപഗ്രഥനമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓർത്തു വയ്ക്കണേ, മാനസിക അപഗ്രഥനമാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റേതെന്ന് പറയാം. മാനസിക അപഗ്രഥനമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപഗ്രഥന മനഃശാസ്ത്രം ആരുടെ എന്ന് ചോദിച്ചാൽ കാൾ യുങ്ങിന്റേതെന്ന് പറയാം. അപഗ്രഥന മനഃശാസ്ത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ കാൾ യുങ്ങിന്റേതാണ് അപഗ്രഥന മനഃശാസ്ത്രം എന്ന് പറയാം.
നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മക്ലെലൻഡ് ആണ്. നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മക്ലെലൻഡ് ആണ്. 1951 ഹർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന മക്ലെലൻഡ് ആണ് അച്ചീവ്മെന്റ് മോട്ടീവ് അഥവാ നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓക്കെ, നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനല്ല, പകരം തനതായ നേട്ടങ്ങൾ കൈവരിക്കാനും ഗുണാത്മകതയുടെ നിലവാരത്തിലേക്ക് എത്തപ്പെടാനുമാണ്. ഓക്കെ, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. എനിക്ക് മാനസിക സമ്മർദ്ദം വരുമ്പോൾ ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു പായസം ഉണ്ടാക്കുന്നത്. പകരം പല പരീക്ഷണങ്ങൾ ചെയ്ത് തനതായ നേട്ടങ്ങൾ, എല്ലാവരും പറയുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയാണ്, ആ അടിപൊളിയിലുപരി ഗുണാത്മകതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് എന്നാണ് മക്ലെലൻഡ് പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണാ സിദ്ധാന്തം മക്ലെലൻഡിൻ്റെതാണ്. 1951 ആവിഷ്കരിച്ചത്. നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനല്ല, പകരം തനതായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പരസ്പര ബന്ധിതമായ ആശയങ്ങൾ ചേർന്നുള്ള സ്വയം നിലനിൽപ്പുള്ള 2-3 പാഠങ്ങളെ വിളിക്കുന്ന പേരാണ് ഏകകം അഥവാ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. പരസ്പര ബന്ധിതമായ ആശയങ്ങൾ ചേർന്ന് സ്വയം നിലനിൽപ്പുള്ള 2-3 പാഠങ്ങളെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഏകകം അഥവാ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. ഏകകം അഥവാ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ വായിന്ന് അബദ്ധത്തിൽ ഒന്ന് പറഞ്ഞു, യൂണിറ്റ് പ്ലാൻ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അതായത് കുട്ടികളുടെ പ്രതിപുഷ്ടി മനസ്സിലാക്കാനും അവർക്ക് പരിഹാര ബോധനം നൽകുന്നതിനും അതിനോടൊപ്പം തന്നെ ടീച്ചർക്ക് പ്രതിപുഷ്ടി ലഭിക്കുന്നതുമായിട്ടുള്ള മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അഥവാ സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. സബ്മേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫോർമേറ്റീവിന് ഉദാഹരണമാണ് ക്ലാസ് ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, ക്ലാസ് ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഫോർമേറ്റീവിന് ഉദാഹരണമാണ്. സബ്മേറ്റീവ് എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായുള്ള ഒരു ടേമിന്റെ അവസാനത്തോ ഒരു വർഷാന്ത്യത്തിലോ ഒക്കെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം അഥവാ സബ്മേറ്റീവ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കണം, നിദാന നിർണ്ണയം എന്താണ്? നിദാന നിർണ്ണയം പരിഹാര ബോധനം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് നിദാന നിർണ്ണയം. അതായത് ഒരു പഠിതാവിന് പ്രയാസകരമായ ഒരു ഭാഗം ടെസ്റ്റ് പേപ്പർ നടത്തി അറിയില്ലാത്ത കുട്ടികൾക്ക് എന്താ നൽകുന്നത്? പരിഹാര ബോധനം നൽകുന്ന തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് നിദാന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാൽ കുട്ടിയുടെ അഭിരുചിയെ മനസ്സിലാക്കി ഭാവിയിൽ അവർക്ക് വേണ്ട തയ്യാറെടുപ്പിനുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്ലാസ് മുറിയിൽ അധ്യാപകൻ നടത്തുന്ന ഓറലായിട്ടോ റിട്ടൺ ആയിട്ടോ നടത്തുന്നതാണ് അധ്യാപക നിർമ്മിതി ശോധകങ്ങൾ എന്ന് പറയുന്നത്. സിദ്ധി ശോധകം എന്ന് പറയുന്നത് ഒരു പഠിതാവിന്റെ നേട്ടം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിദ്ധി ശോധകം എന്ന് പറയുന്നത്. മാനകീകൃത ശോധകം എന്നാൽ ഒരു നിശ്ചിത സ്റ്റാൻഡേർഡിൽ ഒരു നിശ്ചിത മാനങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ബ്ലൂ പ്രിന്റ് ഒക്കെ തയ്യാറാക്കി കുട്ടികളെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാനകീകൃത ശോധകങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള പ്രവണത ഇതൊരു സമായോജന തന്ത്രമാണ്. എന്തെന്ന് പറയാം? ഒട്ടകപക്ഷി മനോഭാവം എന്ന് പറയാം. ഓസ്ട്രിച്ച് മെത്തേഡ് അഥവാ ഒട്ടകപക്ഷി മനോഭാവം. വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള പ്രവണതയാണ് ഒട്ടകപക്ഷി മനോഭാവം എന്ന് പറയുന്നത്. ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രം ഏത്? ഏറ്റവും അപകടകരമായ പ്രതിരോധ തന്ത്രമാണ് ദമനം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സ് മഞ്ഞു പോലെയാണ് എന്ന് പറയാം. അതായത് അബോധ മനസ്സ് മഞ്ഞുമല പോലെയാണ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രോയിഡ് ആണ്. ആരാണ്? ഫ്രോയിഡ്. മനുഷ്യ മനസ്സ് മഞ്ഞുമല പോലെയാണെന്ന് പറഞ്ഞത് ഫ്രോയിഡ് ആണ്. പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, ഭിത്തികൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ വരദാനത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നിങ്ങനെ ആരുടെ വാക്കുകളാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ റൂസോയാണ്. ഓക്കെ, റൂസോ. പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, ഭിത്തികൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ വരദാനത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക റൂസോയുടെ വാക്കുകളാണെന്ന് പറയാം. ഏറ്റവും പുതിയ ദർശന മാർഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രായോഗികവാദമാണ്. ഏതാണ്? പ്രായോഗികവാദം. ഏറ്റവും പുതിയ ദർശന മാർഗം എന്നറിയപ്പെടുന്നത് പ്രായോഗികവാദമാണ് എന്ന് പറയാം.
പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്തെന്ന് വിളിക്കാൻ നമുക്ക് പ്രോജക്റ്റ് രീതി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് വിശദമാക്കുന്ന കൃതിയാണ് എമൈൽ അഥവാ എമിലി എന്ന് പറയുന്നത്. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ പരാമർശിക്കുന്ന കൃതിയാണ് എമിലി എന്ന് പറയുന്നു. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതിയാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്, സാമൂഹിക നീതി പുലർത്തുന്ന ഒരു മാതൃകാ രാഷ്ട്രം അഥവാ ഒരു മാതൃകാ രാജ്യത്തെ പറ്റി റൂസോ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നു എന്ന് പറയാം. ഒന്നുകൂടെ, പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നു. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ പ്രകടമാക്കുന്ന കൃതിയാണ് എമിലി. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പ്ലേറ്റോ എഴുതിയ കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും സമഞ്ജസമായ വികാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പെസ്റ്റലോസി ആണെന്ന് പറയാം. ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും സമഞ്ജസമായ വികാസം എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് പെസ്റ്റലോസി ആണ് എന്ന് പറയാം. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രോബലാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണെന്ന് പറയാം. മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന സവിശേഷത എന്താ? ഡൈഡാറ്റിക് അപ്പാരറ്റസ് വഴി കുട്ടികളെ ഇന്ദ്രിയ പരിശീലനത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് കുഞ്ഞുങ്ങളെ? ഇന്ദ്രിയ പരിശീലനത്തിലാണ് പഠിപ്പിക്കുന്നത്. മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന സവിശേഷത ഇന്ദ്രിയ പരിശീലനമാണ്. വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണം എന്ന് വാദിച്ച തത്വചിന്തകൻ, വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണം എന്ന് വാദിച്ച തത്വചിന്തകനാണ് പൗലോ ഫ്രയർ എന്ന് പറയുന്നു. ആരാണ്? പൗലോ ഫ്രയർ. വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണം എന്ന് വാദിച്ച തത്വചിന്തകനാണ് പൗലോ ഫ്രയർ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മോണ്ടിസോറി മദറാണ് താരാഭായ് മോദക് എന്ന് പറയുന്നത്. താരാഭായ് മോദക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മോണ്ടിസോറി മദറാണ് താരാഭായ് മോദക്. ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിമാനായ വ്യക്തി എല്ലാ മേഖലയിലും ബുദ്ധിമാനായിരിക്കും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏക ഘടക സിദ്ധാന്തം എന്ന് പറയുന്നു. ഓക്കെ, യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി. ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിമാനായ വ്യക്തി എല്ലാ മേഖലകളിലും ബുദ്ധിമാനായിരിക്കും എന്ന് പറയുന്നതാണ് ഏക ഘടക സിദ്ധാന്തം എന്ന് പറയുന്നു. ശ്രദ്ധ, ഭാവന, ഓർമ്മ, യുക്തിചിന്ത തുടങ്ങിയ മാനസിക ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? ശ്രദ്ധ, ഭാവന, ഓർമ്മ, യുക്തിചിന്ത തുടങ്ങിയ മാനസിക ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധിശക്തി എന്ന് അഭിപ്രായപ്പെടുന്ന സിദ്ധാന്തമാണ് മനോഘടക സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഏത് സിദ്ധാന്തം? മെന്റൽ ഫാക്കൽറ്റി തിയറി അഥവാ മനോഘടക സിദ്ധാന്തം എന്ന് പറയുന്നു. മനോഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സംസ്ഥാനത്തെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിനെ സമ്പൂർണ്ണ എന്ന് വിളിക്കാം. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങളുടെ പേരാണ് ഈ അറ്റുവിദ്യ എന്ന് പറയുന്നു. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങളുടെ പേരാണ് ഈ അറ്റുവിദ്യ. അത് പ്രൈമറി ക്ലാസ്സിലാകുമ്പോൾ കളിപ്പെട്ടി എന്നുള്ള പേരിലാണ്. അപ്പർ പ്രൈമറി ക്ലാസ്സിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങളാണ് ഈ അറ്റുവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാം വിധം വേറിട്ട് നിൽക്കുന്ന ശിശുവിനെയാണ് അസാമാന്യ ശിശു എന്ന് പറയുന്നത്. അസാമാന്യ ശിശു. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാം വിധം വേറിട്ട് നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു എന്ന് പറയുന്നത്. ആധുനിക കാല വിദ്യാഭ്യാസത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ബ്രൂണറുടെ ആശയമാണ് പഠിക്കാൻ പഠിക്കൽ എന്ന് പറയുന്നു. ലേണിംഗ് ടു ലേൺ അഥവാ പഠിക്കാൻ
പഠിപ്പിക്കൽ എന്ന് പറയുന്നു. ആധുനിക കാല വിദ്യാഭ്യാസത്തിൽ ഏറെ ചർച്ചയായ ബ്രൂണേറിയൻ കോൺസെപ്റ്റ് ആണ് ലേണിംഗ് ടു ലേൺ, പഠിക്കാൻ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിയാണ് ഡെറിവേറ്റീവ് ഉൾച്ചേർക്കൽ എന്ന് പറയുന്നത്. പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് അതായത് ഇത് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, ഇതൊരു സ്കീമയാണ്. ഈ സ്കീമ പിന്നീട് രൂപാന്തരം പ്രാപിച്ച് നിലവിൽ ഈ വൈജ്ഞാനിക ഘടനയിൽ നിന്നുകൊണ്ട് തന്നെ വലുതാകുന്ന പ്രക്രിയയാണ് ഡെറിവേറ്റീവ് ഉൾച്ചേർക്കൽ. ഡെറിവേറ്റീവ് ഉൾച്ചേർക്കൽ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഉൾച്ചേർക്കൽ എന്ന് പറയുന്നത്. പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ആവിഷ്കരിച്ചത് ആരാണ്? റോബർട്ട് എം ഗാഗ്നെയാണ്. ആരാണ്? റോബർട്ട് എം ഗാഗ്നെയാണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ക്രമീകരിച്ചതെന്ന് പറയാം. അനുകരണവുമായി ബന്ധപ്പെട്ട് ആദ്യകാല പഠനങ്ങൾ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡൊണാൾഡും മില്ലറുമാണ്. ഡൊണാൾഡും മില്ലറും. അനുകരണവുമായി ബന്ധപ്പെട്ട് ആദ്യകാല പഠനങ്ങൾ നടത്തിയത് ഡൊണാൾഡ് മില്ലറുമാണ്. ആൽബർട്ട് ബെന്തൂരയാണ് അതിനുശേഷം അനുകരണ പഠനത്തിന് അദ്ദേഹത്തിന്റെ പഠന സിദ്ധാന്തത്തിൽ നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമുള്ള പഠനം എന്ന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടിയുടെ മനസ്സിൽ അക്രമവാസന വളർത്തുമെന്ന് തന്റെ ബോബോ പാവ പരീക്ഷണത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ആൽബർട്ട് ബെന്തൂര. സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബെന്തൂരയുടേതാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിയാണ് വൈഗോട്സ്കിയുടേതെന്ന് പറയാം. കുട്ടിയുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിലുള്ള ഒരു സാംസ്കാരിക ഉപകരണം, കൾച്ചറൽ ടൂൾ ആണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം, കൾച്ചറൽ ടൂൾ ആണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രൂണർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂടിച്ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ അഥവാ സംയോജനം. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂടിച്ചേരലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലെവിൻ ക്ഷേത്ര സിദ്ധാന്തം ആരുടെ? ലെവിന്റേതാണ്. ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? കേന്ദ്ര ആശയത്തിനാണ്. ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകിയത് എന്തിനാണ്? കേന്ദ്ര ആശയത്തിനാണ് എന്ന് പറയാം. പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖ പ്രത്യക്ഷണം. നമ്മുടെ പ്രത്യക്ഷണത്തിൽ നിന്നും രൂപം കൊണ്ട ഫിഗർ ഗ്രൗണ്ട്, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ ഓർ ഫിഗർ ഗ്രൗണ്ട് തിയറി എന്നൊക്കെ വെച്ചാൽ എന്താ? ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ അതിന്റെ പശ്ചാത്തലത്തിനുള്ള ബന്ധം. അത് നമ്മളൊരു താമരപ്പൂ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ ഒരു കുളവും ഒരു താമരയും, അല്ലെങ്കിൽ ഒരു പുഴയും അതിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയും. അപ്പൊ ആ താമര എന്നുള്ള കോൺസെപ്റ്റിനെ പാർസെപ്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പശ്ചാത്തലത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയുന്ന തിയറി. അപ്പൊ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ് ജസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ജസ്റ്റാൾട്ട് തിയറി. ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം എന്ന് പറയുന്ന ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം അഥവാ നീഡ് റിഡക്ഷൻ തിയറി ആരുടേതെന്ന് ചോദിച്ചാൽ ഹള്ളിന്റേതാണ്. ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഹള്ളിന്റെ പ്രബലന സിദ്ധാന്തമാണെന്ന് പറയാം. ഇനി ക്രമാനുബന്ധമാണ്. ക്രമാനുബന്ധന പഠനത്തിന് അടിസ്ഥാനം എന്താണ്? സ്കിന്നറുടെ ആശയങ്ങളാണ്. ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനം സ്കിന്നറുടെ ആശയങ്ങളാണ് എന്ന് കാണാം. സ്കഫോൾഡിങ്ങിനായി
പ്രയോജനപ്പെടുത്താവുന്ന ബോധന ഉപകരണം. സ്കഫോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന ബോധന ഉപകരണമാണ് ഏത്? ആശയഭൂപടം എന്ന് പറയുന്നത്. എന്താണ് ആശയഭൂപടം? ജോസഫ് ഡി നൊവാക്കിന്റെ ആശയ ഭൂപടം, കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നു. ഓക്കെ, കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് സ്കഫോൾഡിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്ന ബോധന ഉപകരണമാണ് ആശയ ഭൂപടം എന്ന് പറയുന്നത്, ജോസഫ് ഡി നൊവാക്കിന്റെ. ഇനി അതീത ചിന്ത ആരുടെയാ? ജോൺ എച്ച് ഫ്ലേവിലിന്റെയാണ്. ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള രീതി, ഉയർന്ന തലത്തിലുള്ള പഠനം, ഉയർന്ന രീതിയിൽ, ഉയർന്ന ചിന്ത, ഉയർന്ന പഠനം നടത്തുന്ന രീതിയാണ് സംവാദം എന്ന് പറയുന്നത്. ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്ന രീതിയാണ് സംവാദ പഠനം, അല്ലെ സംവാദാത്മക പഠനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ വൈജ്ഞാനിക സമീപനമാണ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വൈജ്ഞാനിക സമീപനമാണ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വൈജ്ഞാനിക സമീപനമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു വട്ടേ പറഞ്ഞുള്ളൂ, ഒരുപാട് സമയം ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ HSA ഒക്കെ, അത് ഒന്ന് സ്കിപ്പ് ചെയ്യുക. പക്ഷെ HSA നിങ്ങളുടെ മനസ്സിൽ നിൽക്കുക, സൈലത്തിനോടൊപ്പം കൂടെ ചേരുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നാളെ മറ്റൊരു ക്ലാസ്സുമായി കാണാം. കുറച്ച് നമുക്ക് ഏതാണ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ പെഡഗോജി ഏരിയ, സൈക്കോളജി ഏരിയ നിങ്ങൾ ഏകദേശം എല്ലാം കഴിഞ്ഞതാണ്. പെഡഗോജിയിലെ വിദ്യാഭ്യാസ ദർശനങ്ങളും വിദ്യാഭ്യാസ തത്വചിന്തകരും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മീഷനുകളും പ്രോജക്റ്റുകളും വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകളൊക്കെ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. കാണുക, വെയിറ്റ് ചെയ്യുക, നന്നായി പഠിച്ചു പോ, റീകോൾ ചെയ്യുക. ഇതൊന്നും കുത്തിയിരുന്ന് ഇങ്ങനെ കേട്ട് എഴുതി പഠിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഇനിയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കേട്ടു പോവുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ മെമ്മറിയിൽ നിന്നോളും. നന്നായി പഠിക്കുക, നന്നായി നിങ്ങൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് വയ്ക്കുക. വിജയിക്കാൻ എൻ്റെ കുട്ടികൾക്ക് സാധിക്കും. നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ നാളെ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.